പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 40 പുതിയ മത്സരങ്ങൾ കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. AJ സ്റ്റൈൽസ് വേഴ്സസ് LA നൈറ്റ് തമ്മിലുള്ള സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ബ്രദർ വേഴ്സസ് ബ്രദർ ടാഗ് ലൈനിൽ വരുന്ന ജിമ്മി ഊസോ വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ, കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ തുടങ്ങിയവർക്കെതിരെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന US ടൈറ്റിൽ മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റാൻഡി ഓർട്ടൻ്റെ സിറ്റുവേഷനെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. 1.5 വർഷം ഇഞ്ചുറി മൂലം റാൻഡി ഓർട്ടൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടിയിട്ടാണ് ടെലിവിഷനിലേക്ക് WWE ഭാഗമായി റാൻഡി തിരികെ വന്നത്. അതിനുശേഷം ഒരു സിംഗിൾസ് മത്സരം, ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റാൻഡി ഓർട്ടനെ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. റോമൻ റെയിൻസിനെതിരെ പ്രതീക്ഷിച്ചു, പക്ഷേ ഫേറ്റൽ ഫോർവേ മത്സരമാണ് റാൻഡിക്ക് കിട്ടിയത്. ലോഗൻ പോളിനെതിരെ ഒരു സിംഗിൾസ് മത്സരമാണ് നമ്മൾ റസൽമേനിയയിൽ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ഇതാ അതൊരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായി അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ റാൻഡി ഓർട്ടനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ ഒരു സിംഗിൾസ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനൊന്നും ഇതുവരെ അവർ കൊടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. റാൻഡി ഓർട്ടൻ്റെ ആരാധകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ട്രിപ്പിൾ ത്രെറ്റ് മത്സരമൊക്കെ വരുമ്പോൾ റാൻഡി ഓർട്ടൻ വിജയ സാധ്യത കുറഞ്ഞു പോകുന്ന ഒരു റെസ്ലറായി മാറുന്നുണ്ട്. അതായത് ലോഗൻ പോളിന് വേണമെങ്കിൽ കെവിൻ ഓവൻസിനെ പിൻ ചെയ്തുകൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൻ്റെ വിജയ സാധ്യത റസൽമേനിയ 40 കുറഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ്. നിലവിൽ കബൂക്കി വാരിയേഴ്സ് എന്ന ഡാമേജ് കൺട്രോൾ ഫാക്ഷനുള്ളിലെ ടാഗ് ടീമിൻ്റെ കയ്യിലാണ് ചാമ്പ്യൻഷിപ്പ് ഉള്ളത്. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന ബെയ്ലി വേഴ്സസ് ഡക്കോട്ട കായ് തമ്മിലുള്ള മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത്. അതിനുശേഷം ഡാമേജ് കൺട്രോൾ ബെയ്ലിയെ ആക്രമിക്കുമ്പോൾ നയോമി വന്നിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നയോമി ബെയ്ലിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവർ തുറന്നു പറയുന്ന ഒരു സ്റ്റോറി ലൈൻ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചുള്ളതാണ്. നയോമിക്ക് ഒരു പാർട്ണറും കൂടി വന്ന് റസൽമേനിയ 40 നയോമിയും ആ ഒരു പാർട്ണറും കൂടി കബൂക്കി വാരിയേഴ്സിൻ്റെ കയ്യിലുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാനായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നയോമി ബെയ്ലിയെ സഹായിക്കുന്ന പോലെയുള്ള ഒരു ഭാഗം മെയിൻ ഈവൻറ്റിൽ സ്മാക്ഡൗണിൽ കാണിച്ചത്. പിന്നീട് പങ്കുവെക്കാനുള്ള പോയിന്റ് സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ അടുത്ത ആഴ്ചത്തെ SD എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റുകളെ സംബന്ധിച്ചുമാണ്. അതിൽ ആദ്യത്തേത് റെയ് മിസ്റ്റീരിയോ വേഴ്സസ് സാന്റോസ് എസ്കോബാർ തമ്മിലുള്ള സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഡ്രാഗൻ ലീ വേഴ്സസ് സാന്റോസ് എസ്കോബാർ തമ്മിലുള്ള മത്സരത്തിൽ ഡ്രാഗൻ ലീയെ പരാജയപ്പെടുത്തി അതിനുശേഷം ലെഗഡോ ഡെൽ ഫാന്റാസ്മ ഫാക്ഷൻ ഡ്രാഗൻ ലീയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം കാർലിറ്റോ വന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. പിന്നീട് റെയ് മിസ്റ്റീരിയോ വരുന്നു. റെയ് മിസ്റ്റീരിയോ സാന്റോസിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് റെയ് മിസ്റ്റീരിയോ സാന്റോസിനെ അടുത്ത ആഴ്ചയിലേക്ക് ഒരു സിംഗിൾസ് മത്സരത്തിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്നത്. അതൊരു മികച്ച മത്സരമായിരിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് അടുത്ത ആഴ്ച കൺഫേം ചെയ്തിട്ടുള്ളത് ടാഗ് ടീം സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് റസൽമേനിയ 40 അൺഡിസ്പ്യൂട്ടഡ് WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു 6 പാക്ക് ലാഡർ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ചാമ്പ്യന്മാരെ കൂടാതെ ബാക്കിയുള്ള 5 ടീമിൽ നിന്ന് 3 ടീം റോ ബ്രാൻഡിൽ നിന്നും 2 ടീം സ്മാക്ഡൗണിൽ നിന്നുമാണ്. അപ്പോൾ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് പ്രറ്റി ഡേറ്റ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈലർ ബേറ്റ്, പീറ്റ് ഡൺ തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതുപോലെ LWO എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലെഗഡോ ഡെൽ ഫാന്റാസ്മയും വിജയിച്ചു. ഇനി ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്ന ഒരു ടീമിന് ആ ഒരു ലാഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ കിട്ടും. അപ്പോൾ ഇത് 1ാമത്തെ ബ്രാക്കറ്റാണ്. 2ാമത്തെ ബ്രാക്കറ്റിൻ്റെ മത്സരങ്ങൾ അടുത്ത ആഴ്ചയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അത് സ്ട്രീറ്റ് പ്രോഫിറ്റ് വേഴ്സസ് AOP തമ്മിലുള്ള മത്സരവും അതുപോലെ തന്നെ ഗ്രേസൺ ബോളർ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവരുടെ ടീം ദി OCയെ നേരിടുന്ന ഒരു ടാഗ് ടീം മത്സരമാണ്. ഈ 2 മത്സരങ്ങളിൽ വിജയിച്ചു വരുന്ന ടീം തമ്മിൽ ഏറ്റുമുട്ടും. അതിൽ വിജയിക്കുന്ന റെസ്ലറിനും 6 പാക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സരത്തിന് വേണ്ടി റസൽമേനിയ 40 ക്വാളിഫൈ നേടാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ടാഗ് ടീം മത്സരങ്ങളും സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ റസൽമേനിയ 40 2ാമത്തെ ദിവസത്തിലെ മെയിൻ ഇവന്റ് മത്സരമായ റോമൻ റെയിൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള സ്റ്റോറി ലൈൻ്റെ ഭാഗമായി ചാമ്പ്യനും ചലഞ്ചറും ഫേസ് ടു ഫേസ് വരുന്ന സെഗ്മെൻറ്റും സ്മാക്ഡൗണിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ദി റോക്ക് നടത്തിയ കൺസേർട്ട്. അതിൽ എന്താണ് റോക്ക് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോക്ക് പതിവ് രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് നടത്തിയത്. റോക്കിൻ്റെ ഹോളിവുഡ് റോക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ തിരികെ വരുന്നു. റോക്ക് ഒരു ഹീൽ ക്യാരക്ടർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു അപ്ഡേറ്റൊക്കെ നിങ്ങളുമായി പങ്കുവെച്ച അന്ന് ഞാൻ പറഞ്ഞിരുന്നു. റോക്ക് പണ്ട് ചെയ്ത മ്യൂസിക്കൽ പെർഫോമൻസിനെ
സമാനമായ ഒരു സെഗ്മെൻറ്റ് റോക്കിൻ്റെ ഈ ഒരു റണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. അതാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ റോക്ക് വന്നിട്ട് കോഡി റോഡ്സിൻ്റെ ഫാൻസ്, കോഡി റോഡ്സ് ക്രൈ ബേബീസ് എന്ന് റോക്ക് കളിയാക്കി വിളിക്കുന്ന ഫാൻസിനെ കളിയാക്കുന്നുണ്ട്, സെത്തിനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളവരെ എല്ലാം കളിയാക്കിക്കൊണ്ട് പിന്നീട് റോക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള ആ ഒരു പ്രൊമോയിലേക്ക് കടക്കുന്നു. അതായത് റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് കോഡി റോഡ്സിന് ഈ ചാമ്പ്യൻഷിപ്പ് വിജയിക്കണം എന്നുള്ളതും അത് തൻ്റെ അച്ഛന് കൊടുത്ത വാക്കാണ്. ഇപ്പോൾ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും തനിക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് തൻ്റെ കഴിവ് തെളിയിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കോഡിയുടെ ഒരു സെഗ്മെൻറ്റിനെയും റോക്ക് വളരെ രൂക്ഷമായി വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വലിയൊരു ചലഞ്ച് റോക്ക് കോഡിക്കെതിരെയും കോഡിയുടെ അമ്മയ്ക്കെതിരെയുമാണ് പ്രഖ്യാപിക്കുന്നത്. നിങ്ങളുടെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് ചിലത് തട്ടിയെടുത്തു, അതിന് അവൻ എന്തായാലും നല്ലൊരു വില നൽകേണ്ടി വരും, അത് നിങ്ങളുടെ ഫാമിലിയും നൽകേണ്ടി വരും, നിങ്ങളും നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് കോഡിയുടെ അമ്മയെയും ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കാണ് റോക്കിൻ്റെ സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റോക്ക് ഇതൊക്കെ പറയാൻ കാരണം കോഡി റോഡ്സിനെ കമ്പനിയുടെ ഒരു ടോപ്പ് ഫേസ് ക്യാരക്ടറാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്, അതായത് നായിക തുല്യനാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ റോക്ക് അവസാനം പറയുന്നുണ്ട് ഫൈനൽ ബോസ് ഈസ് കുക്കിംഗ് എന്നുള്ളത്. അപ്പോൾ റോക്ക് TKO എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ അംഗമാണ്. അപ്പോൾ ആ ഒരു റോളൊക്കെ ഈ ഒരു സ്റ്റോറിൻ്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ പോയിന്റുകളും കവർ ചെയ്തു പോകുന്ന ഒരു റോക്കിൻ്റെ സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിനെ കൗണ്ടർ ചെയ്തിട്ടുള്ള കോഡിയുടെ ഒരു മറുപടി അടുത്ത റോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അടുത്ത സ്മാക്ഡൗണിൽ നമുക്ക് കാണാൻ സാധിക്കും. റോക്ക് ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത ലഭിച്ചിട്ടില്ല. അപ്പിയർ ചെയ്യാൻ സാധ്യത ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.